കൊല്ലം ചിതറയിൽ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുറക്കോട് പ്ലാവറ നിവാസി രാജേഷാണ് മരിച്ചത്. തറയിൽ രക്തമൊഴുകിക്കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. മരണത്തിൽ അസ്വാഭാവികത ഉള്ളതായി പോലീസ് പറയുന്നുണ്ട്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും ഷമീർ ചേരുന്നുണ്ട്. ഷമീർ, വീട്ടിൽ ആരൊക്കെയാണുള്ളത്? എന്താണ് സംഭവിച്ചതെന്നറിയാം? അനൂപ്, ഇയാൾ തനിച്ചാണ് താമസിച്ചിരുന്നത്. രാജേഷ് തനിച്ചാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. സുഹൃത്ത് ഈ ഫോൺ വിളിച്ചിട്ട് ലഭിക്കാത്തതിനെ തുടർന്നാണ് ഈ വീട്ടിലേക്ക് എത്തിയത്. എത്തുമ്പോൾ കാണുന്നത് ഇദ്ദേഹം തറയിൽ നിലത്ത് വീണ് കിടക്കുകയാണ്. രക്തം ഈ തറയിലൊക്കെ ഒഴുകിക്കിടക്കുന്ന രീതിയിലാണ്. തുടർന്ന് ചിതറ പോലീസിനെ അറിയിക്കുകയും പോലീസ് സംഭവ സ്ഥലത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വൈകിട്ടോടു കൂടിയാണ് ഈ സംഭവം നടന്നത്. ഈ മൃതദേഹത്തിന് ഇൻക്വസ്റ്റ് പൂർണ്ണമായും പൂർത്തിയാക്കിയിട്ടില്ല. ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം നടപടികളും കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ചിതറ പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇയാൾക്കൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നതായി ഇപ്പോൾ അയൽവാസികൾ പറയുന്നുണ്ട്. ആരാണ് ഈ സ്ത്രീ എന്ന വിവരം പോലീസിന് കൃത്യമായില്ല. എന്തായാലും ആ സ്ത്രീയെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ്. എന്തായാലും രാവിലെയോടുകൂടി തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമാക്കും. ഇതിനുശേഷം മാത്രമാകും എന്താണ് ഇതിൽ നടന്നത് എന്നുള്ള കാര്യം വ്യക്തമാവുകയുള്ളൂ. അനൂപ്. ശരി ഷമീർ. കൊല്ലം ചിതറയിൽ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്ത് നിന്നും ഷമീർ.